റജബ് മാസം വരുന്നതോടുകൂടെ ആളുകൾക്കിടയിൽ പല തെറ്റിദ്ധാരണകളും ഊഹങ്ങളും ഒക്കെ പ്രചരിപ്പിക്കപ്പെടുകയാണ്. പവിത്രമായ 4 മാസങ്ങളിൽ ഒരു മാസമാണ് റജബ്. ആർക്കും തർക്കിക്കേണ്ട ആവശ്യമില്ല. സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പവിത്രമായ മാസമാണെങ്കിൽ അതിൽ തെറ്റ് ചെയ്താൽ ഗൗരവം കൂടും. അതിൽ പുണ്യങ്ങൾ ചെയ്താൽ, ഇസ്ലാം പഠിപ്പിച്ച പുണ്യങ്ങൾ ചെയ്താൽ അതിന് നന്മകളുടെ ആധിക്യം കൂടും, പ്രതിഫലം കൂടും. എന്നാൽ ദീനിൽ ഇല്ലാത്തത് നമ്മൾ കടത്തി കൂട്ടിയാൽ അത് ഒരിക്കലും ആദരവായി മാറൂല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജാഹിലിയത്തിൽ ജീവിച്ചവരായിരുന്നു. പിന്നീട് ഇസ്ലാം സ്വീകരിച്ചവരല്ലേ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇന്നമാ റജബുനി, റജബ് എന്ന് പറഞ്ഞാൽ ശഹ്റുൻ കാന യുഅള്ളിമുഹു അഹ്ലുൽ ജാഹിലിയ. പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ റജബ് മാസത്തിനൊരു വല്ലാത്ത പോരിശയുണ്ടാക്കും, ഇല്ലാത്ത പോരിശുണ്ടാക്കും. ഫലമ്മാ ജാഅൽ ഇസ്ലാം, എന്നാൽ ഇസ്ലാം വന്നപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കി. ആ ഇല്ലാത്ത പോരിശകളുടെ പേരും പറഞ്ഞുണ്ടായിരുന്ന ചര്യകൾ അവർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഒഴിവാക്കി. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ചതായ കാര്യങ്ങൾ എത്രയോ ഉണ്ട്. അതൊന്നും പരിഗണിക്കാതെ, ശ്രദ്ധിക്കാതെ കടന്നു പോവുകയാണ്. തെറ്റായ എന്തൊക്കെ മെസ്സേജുകളാണ് സമൂഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാജമായ ഇല്ലാത്ത എത്ര ഹദീസുകളാണ് പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നമ്മുടെ ഫോണിലൂടെ നമ്മൾ എത്ര പേർക്ക് അറിയിച്ചു കൊടുത്തു. ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് റജബ് മാസത്തിന്റെ 1-ാം തീയതി ആദ്യമായി അറിയിക്കുന്ന വ്യക്തിക്ക് നരകം നിഷിദ്ധമാണ്. ഇത്ര കേട്ടതോടുകൂടി കൊടുത്തില്ലേ എല്ലാവർക്കും? റജബ് മാസം വരുന്നു എന്ന വിവരം ആദ്യം അറിയിക്കുന്ന വ്യക്തിക്ക് നരകം നിഷിദ്ധമാണ്. എന്താ കൂലി, എന്തു വലിയ പ്രതിഫല പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിലെ ഒരു റജബിലും നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരൊറ്റ പ്രാവശ്യം ഹദീസിലില്ല. ഇനി ഇല്ല എന്ന് മാത്രമല്ല, ഇത് ഒരാൾ ഉണ്ട് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിലിട്ട് കൊടുത്താലോ നബിവചനമാണെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നുണ പറയലാണ്, കളവ് പറയലാണ്, സാധാ നുണയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവാണ്. അതും വലിയ ഗൗരവത്തോടെ കാണണം. ഇന്ന് അങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകൾ ഈ സ്റ്റാറ്റസ് വീഡിയോകളായി വരാൻ തുടങ്ങിയപ്പോഴാണ് എന്ത് പറഞ്ഞാലും അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഈ പറയുന്ന പലതും പിന്നീട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ഹദീസ് കൊണ്ടുപോലും സ്ഥിരപ്പെടാത്ത വെറുതെ കെട്ടിച്ചമച്ച് പറയാം. ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ പണ്ഡിതന്മാർ എഴുന്നേറ്റു. ആര്? ഈ കേരളത്തിലുള്ളവരൊന്നല്ല. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഗ്രന്ഥം എഴുതി. റജബിന്റെ വിഷയം പറയാൻ വേണ്ടി മാത്രം ഒരു ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥത്തിന്റെ പേര് തബീനുൽ അജബ് ബിമാ വറദ ഫീ ശഹ്രി റജബ്. റജബുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി പറയാൻ വേണ്ടിയിട്ട് കുറെ നിസ്കാരങ്ങൾ, കുറെ പ്രാർത്ഥന, പിന്നെ കുറെ മെസ്സേജുകൾ ഉണ്ടല്ലോ. അത്തരത്തിലുള്ള ധാരാളം ബിദ്അത്തുകൾ പ്രചരിച്ച സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് സംസാരിക്കാൻ ആരംഭിച്ചു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിം അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിലും കൊടുത്തിരിക്കുന്നു, വഅമ്മാ സൗമു റജബിൻ, ഒരാൾ റജബ് മാസത്തിൽ പ്രത്യേകമായി ചില നോമ്പുകൾ നോറ്റുകൊണ്ടിരിക്കുന്നു. ബിഖുസൂസിഹി, സാധാരണയൊന്നുമില്ലാത്ത കുറച്ച് നോമ്പുകൾ. ഫഹാദീസുഹു കുല്ലുഹാ ദഈഫത്തുൻ ബൽ മൗദൂഅത്തുൻ, അത്തരം വിഷയങ്ങളിൽ വന്ന ഹദീസുകൾ വ്യാജമാണ്, ദുർബലമാണ്. നമുക്ക് സ്ഥിരപ്പെട്ട ഒരു പണ്ഡിതനിൽ നിന്നും രേഖപ്പെടുത്താൻ കഴിയൂല. സുഹൃത്തുക്കളെ, റജബ് മാസം നോമ്പുണ്ട്. ശ്രദ്ധിച്ചോളി, റജബ് മാസം നോമ്പുണ്ട്. എല്ലാ മാസവുമുള്ള 13, 14, 15 തിങ്കൾ, വ്യാഴം. ഒരൊറ്റ കുട്ടി സ്റ്റാറ്റസ് വെക്കൂല, ആരും പറയില്ല, ഒരു ഖതീബും പറയില്ല നമ്മുടെ നാട്ടിലെ പള്ളികളുണ്ട്. എന്നാൽ 90 നോമ്പ് എല്ലാവരും മെസ്സേജ് അയച്ചു, എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞു. പല നാടുകളിലും കച്ചവടം വൈകുന്നേരത്ത് തിരക്ക് തുടങ്ങി. എന്താ തിരക്ക് എന്ന് ചോദിച്ചാൽ പറഞ്ഞപ്പോ നോമ്പ് തുടങ്ങിയില്ല ഉസ്താദ്. 90 നോമ്പ് തുടങ്ങിയില്ലേ? 90 നോമ്പ് തുടങ്ങി. ആര് പഠിപ്പിച്ചു? അത്തരം ഒരു വിഷയത്തിൽ സ്വഹാബിമാരാരെങ്കിലും ഒരാൾ അങ്ങനെ റജബും ശഅബാനും റമദാനും 3 മാസം തുടർച്ചയായി നോമ്പ് നോറ്റ ഒരു സ്വഹാബിയുടെ ചരിത്രം നിങ്ങൾക്കുണ്ടോ? കഴിയില്ല. വായിച്ചു, നിങ്ങൾ പഠിച്ചതിന് ശേഷം വിലയിരുത്തിയാൽ മതി. നോമ്പിനെ കുറ്റം പറയുകയല്ല ഞാൻ പറഞ്ഞത്. സുന്നത്തായ എത്രയോ നോമ്പുണ്ട്, അതാരും ഓർമ്മപ്പെടുത്തുന്നില്ല, പറയുന്നില്ല. എന്നാൽ ദീനിലില്ലാത്തതാണെങ്കിൽ വലിയ കാര്യഗൗരവത്തോടെ കാണുകയാണ്. അതിനെയാണ് ഞാൻ സൂചിപ്പിച്ചത്. റമദാൻ മാസത്തിൽ ഉംറ നിർവഹിക്കുന്നതിന് സ്വഹീഹായ ഹദീസ് ഉണ്ട്. റമദാൻ മാസത്തിൽ ഒരാൾ ഉംറ നിർവഹിച്ചാൽ ഹജ്ജിന്റെ പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ റജബിൽ ഒരു ഉംറ നിർവഹിച്ചാൽ അതിന് പ്രത്യേകതയുണ്ടെന്ന് പറയാവുന്ന ഒരൊറ്റ ഖൗലുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി തങ്ങൾ റജബിൽ പ്രത്യേകമായി ഒരു ഉംറ നിർവഹിച്ചതായി കാണാൻ സാധ്യമല്ല.
അത്തരത്തിലുള്ള ആളുകൾ ചിന്തിക്കുക. എന്നാൽ ഒരാൾക്കൊരു ചാൻസ് കിട്ടി, ഗഫീലു ലീവ് കൊടുത്തു, അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊരു ചാൻസ് കിട്ടി, റജബ് മാസത്തിൽ പോയിട്ട് ഉംറ ചെയ്യാൻ അവസരം കിട്ടി, അത് പാടില്ല എന്നാണോ? അതല്ല. എന്നാൽ അതിനു മാത്രം ഒരു പ്രത്യേകതയുണ്ടെന്ന രൂപത്തിലുള്ള പ്രചരണം പാടില്ലാത്തതാണ്. ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച ഏത് കാര്യങ്ങളായിരുന്നാലും നമ്മൾ മാനദണ്ഡമാക്കേണ്ടത്, ഞാനും എന്റെ സ്വഹാബത്തും നിലകൊണ്ടതിലേക്ക് ആരാണോ മുൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നത് അവർക്ക് ജയിക്കാൻ പറ്റൂ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നിങ്ങളൊക്കെ നാട്ടിൽ പോയാൽ, വീട്ടിൽ പോയാൽ, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ നാട്ടുകാര് ഇന്നൊരു പ്രത്യേക നിസ്കാരം ഉണ്ടാകും. ളുഹാ നമസ്കരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, ഖിയാമുൽ ലൈലിന്റെ 3 റക്അത്ത് നിസ്കരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, 12 റക്അത്ത് റവാത്തിബ് നമസ്കാരത്തോട് താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് റജബിന്റെ 1ാമത്തെ വെള്ളിയാഴ്ചയാണോ, ഒരു നമസ്കാരം വരാനിരിക്കുന്നു. അതിന്റെ പേര് സ്വലാത്തുർ റഗായിബ് എന്നാണ്. ഇതൊക്കെ നമ്മൾക്ക് ആർക്കും അറിയാത്തോണ്ടല്ല, ഇതൊക്കെ നടക്കുന്നുണ്ട്. ആ നമസ്കാരത്തെ കുറിച്ച് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, സ്വലാത്തുൽ മഅറൂഫ ബിസ്വലാത്തിർ റഗായിബ്, സ്വലാത്തുർ റഗായിബ് എന്ന നമസ്കാരമുണ്ടല്ലോ, വഹിയ 16 റക്അത്തൻ, അത് 12 റക്അത്താണ്. തുസല്ലി ബൈനൽ മഗ്രിബി വൽ ഇശാഇ ലൈലത അവ്വൽ ജുംഅത്തിൻ ഫി റജബ്, റജബിന്റെ വെള്ളിയാഴ്ച, 1ാമത്തെ വെള്ളിയാഴ്ച ഇശാഇന്റെയും മഗ്രിബിന്റെയും ഇടയിൽ 12 റക്അത്ത് നമസ്കാരം ആളുകൾ ചെയ്യുന്നുണ്ട്. അടുത്തത് വസ്വലാത്തു ലൈലത്തി നിസ്ഫി ശഅബാൻ, ഇനി ശഅബാനിന്റെ പകുതിയായി കഴിഞ്ഞാൽ, റജബ കഴിഞ്ഞ് ശഅബാൻ 15 കഴിഞ്ഞാൽ 100 റക്അത്തിൻ 100 റക്അത്താണ്. ഞാൻ പറഞ്ഞല്ലേ, സുന്നത്തായ 3 റക്അത്ത് ചെയ്യാൻ, ഒരു വിത്ർ നിസ്കരിക്കാൻ, ഒരു തഹജ്ജുദ് നിസ്കരിക്കാൻ ഒരു ഷാറുണ്ടാവില്ല. പക്ഷേ സുന്നത്തിലില്ലാത്ത 100 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞ പള്ളിയിൽ ആള് കൂടും. ശ്രദ്ധിച്ചോളൂ, 100 റക്അത്തിൻ ഹാതാനി സ്വലാതാനി, ഈ 2 നിസ്കാരങ്ങളും ബിദ്അതാനി മുൻകറാൻ, ഒഴിവാക്കേണ്ടുന്ന, ദീനിലില്ലാത്ത, ആരൊക്കെയോ സ്വയം ഉണ്ടാക്കിയ നിസ്കാരങ്ങളാണ്. ഇതൊന്നും നമ്മളെ കൗലല്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഇല്ലാത്ത എന്ത് തഖ്വ നമുക്കുള്ളത്? അദ്ദേഹം തന്റെ കിതാബിൽ അത് രേഖപ്പെടുത്തി. ഇത്തരത്തിൽ സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത, പഠിപ്പിക്കാത്ത പ്രാർത്ഥനകൾ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ഒരു ഹദീസിൽ ഇങ്ങനെ ഒരു ഖൗലുണ്ട്. പക്ഷെ ആ ഹദീസ് വെച്ചിട്ട് പണ്ഡിതന്മാര് പറഞ്ഞു, ഈ ഹദീസിന്റെ ഉള്ളിൽ സിയാദുൻ നുമൈരി എന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ പറയുന്ന വാക്കുകൾ സ്വീകരിക്കാൻ പറ്റുന്നതല്ല, ളഈഫായ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മളും അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് രേഖപ്പെടുത്തപ്പെട്ടതായ ഹദീസ് ഗ്രന്ഥങ്ങൾ കാണിക്കുകയാണ്. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും പരിചയമില്ലാത്ത ആചാരങ്ങൾ നമ്മുടെയൊക്കെ ഫോണുകളിലും മറ്റുമൊക്കെയായി കാണാം. റജബ് മാസം വരുന്നതോടെ അതിന്റെ ആദ്യ രാവിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. ഇത് എല്ലാ ദിവസവും ഓതേണ്ട സൂറത്താണ്. ഇതിന് റജബിലേക്ക് മാത്രം ആരെ കൊണ്ടു ചേർക്കാൻ പറഞ്ഞത്? സൂറത്തുൽ മുൽക്ക് മഹത്തരമായ സൂറത്താണ്, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന സൂറത്താണ്. ഇത് റജബിൽ മാത്രം ഓതേണ്ട ഒന്നല്ല. റജബിന്റെ എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് 100 തവണ പാരായണം ചെയ്യുക. ആര് പറഞ്ഞു? ഇതിനൊന്നും തെളിവുകളില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ റജബിന്റെ ആദ്യ 10 ഉണ്ട്, ആദ്യ 10, നടുവിലെ 10, അവസാനത്തെ 10 ഒക്കെ ഉണ്ട്. റജബിന്റെ ആദ്യ 10 സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം 100 പ്രാവശ്യം ചൊല്ലണം. ആര് പറഞ്ഞു? എവിടെയാ തെളിവ്? ഏത് സ്വഹാബിയാണ് അത് മാതൃകയാക്കി പഠിപ്പിച്ചത്? സാധ്യമല്ല. നിങ്ങൾ പഠിച്ചാൽ, ഞാൻ വായിച്ചപ്പോൾ ഞാൻ കണ്ടതുപോലെ നിങ്ങൾ തുറന്നു വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാം. രണ്ടാമത്തെ 10 സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്, ഒരൊറ്റ ഹദീസ് കൊണ്ട് തെളിയിക്കാൻ പോലും സാധ്യമല്ല. മൂന്നാമത്തെ 10 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി റഊഫ്. ഇത്തരത്തിൽ എന്തൊക്കെയാണ്? റജബ് മാസത്തിലെ സുബഹിക്ക് ശേഷം, മഗ്രിബിക്ക് ശേഷം 70 പ്രാവശ്യം അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. സ്വയം അങ്ങോട്ട് ഉണ്ടാക്കുക, എണ്ണം നിശ്ചയിക്കുക, സമയം നിശ്ചയിക്കുക, പറയാ. ഇതൊക്കെ ഏറ്റുപാടുന്ന കുറെ ആളുകളുണ്ട്. ഇതൊക്കെ ദീനിലുണ്ടോ? ഇതൊക്കെ സ്വഹാബത്ത് ചെയ്തതാണോ? ഇതൊക്കെ ഇസ്ലാമിലുള്ളതാണോ എന്ന് ചോദിച്ചാൽ ചോദിച്ചവൻ കുറ്റക്കാരനാകുന്ന കാലഘട്ടമാണ്. അങ്ങനെ ചോദിക്കാൻ പോലും പാടില്ല എന്നാണ്. സുഹൃത്തുക്കളെ, അറിയാത്തത് ചോദിക്കണം, പഠിക്കണം. ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു ഉപദേശമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കേണ്ട ഉപദേശ. അക്സറുന്നാസി അൽയൗം, ഇന്ന് കുറെ ആളുകളുണ്ട്, ലാ യഅ്ബുദൂനല്ലാഹ ബിത്തിബാഇ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ മാതൃകയാക്കിയല്ല അവർ ദീന് പിൻപറ്റുന്നത്. കുറെ ആൾക്കാരുണ്ട്. ഇന്നമാ യഅ്ബുദൂനല്ലാഹ ബിഅഹ്വാഇഹിം, സ്വന്തം ഇച്ഛക്കനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്.
എവിടെന്നെങ്കിലും കിട്ടിയാൽ മതി, അതങ്ങ് തോന്നി ചെയ്യണമെന്ന് തോന്നിയാൽ അവനങ്ങ് ചെയ്യും. അതിൽ ഇത്തിബാ ഉണ്ടോ, ഇത് ശരിയാണോ എന്നൊന്നും അവർ പരിശോധിക്കൂല. എന്നാൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മുടെ നബി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അയ്യുഹന്നാസ് ലൈസ മിൻ ശൈഇൻ യുഖർരിബുകും മിനൽ ജന്ന. മനുഷ്യരെ, സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കേണ്ടുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? ഞാനത് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നു കഴിഞ്ഞു. ഇനി കണ്ടെത്താൻ പോണ്ട, ഇനി നിങ്ങൾ തെരഞ്ഞു നടക്കണ്ട, ഇനി നിങ്ങൾ പുതിയത് ഉണ്ടാക്കണ്ട. വയുബാഇദുകും മിനന്നാർ. നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റേണ്ടുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ലാഹഖദ് അമർത്തുകും ബിഹി. ഞാൻ അത് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. ചെയ്യാണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഇല്ലാഖദ് നഹൈതുകും മൻഹു. പാടില്ല എന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ച ആ നന്മകളിലേക്ക് വരാനും പാടില്ലെന്ന് പറഞ്ഞതിൽ നിന്ന് വിട്ടുനിൽക്കാനുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.